తెలుగు రాష్ట్రాల్లో అతి తక్కువ కాలంలో టాప్ ఛానల్స్ లో ఒకటిగా ఎదిగిన బిగ్ టీవీ ఇప్పుడు కేరళలో అడుగుపెట్టింది. బిగ్ టీవీ మలయాళం న్యూస్ ఛానల్ అధికారికంగా ప్రసారాలను ప్రారంభించింది. ఇప్పటికే 10 కోట్ల తెలుగు వారి హృదయాల్లో చోటు సంపాదించుకున్న బిగ్ టీవీ ఇప్పుడు మలయాళం న్యూస్ ఛానల్ ద్వారా కేరళతో పాటు విదేశాల్లో ఉంటున్న మరో 4 కోట్ల మంది మలయాళీలకు చేరువవుతోంది. అత్యాధునిక స్టూడియో, ఏఆర్, విఆర్ గ్రాఫిక్స్ తో అత్యంత వేగంగా, అత్యంత ఖచ్చితత్వంతో ఇంతవరకు కని విని ఎరుగని రీతిలో వార్తలను అందించనుంది బిగ్ టీవీ 24/7. కేరళ న్యూస్ ఇండస్ట్రీలో టాప్ మోస్ట్ అనుకునే వారంతా బిగ్ టీవీలో చేరడంతో లాంచింగ్ కి ముందే కేరళలో సెన్సేషన్ సృష్టించింది బిగ్ టీవీ. రాజకీయ పార్టీలుగా విడిపోయిన కేరళ న్యూస్ ఛానళ్ల చరిత్రలో పూర్తిగా అన్బయాస్డ్ గా వితౌట్ ఫియర్ అండ్ ఫేవర్ ట్యాగ్ లైన్ తో ఇవాల్టి నుంచి ప్రసారాలను మొదలుపెట్టింది బిగ్ టీవీ. ఏ రాజకీయ పార్టీకి వంత పడకుండా జనగళాన్ని బలంగా వినిపించేందుకు ముందుకొచ్చింది బిగ్ టీవీ 24/7. కేరళలో ఎన్నికలు కూడా వస్తున్న తరుణంలో ప్రసారాలను మొదలుపెట్టిన బిగ్ టీవీ మలయాళ న్యూస్ మార్కెట్ ను షేక్ చేసే దిశగా అడుగులు వేస్తోంది. ഒരു കാര്യം ഉറപ്പാണ്, വളരെ കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാനിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്നു. ഖമനയുടെ ഒളിയിടം സംബന്ധിച്ച്, അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച്. അതുകൊണ്ടാണ് വളരെ കൃത്യതയാർന്ന ആക്രമണത്തിലൂടെ ഖമനയെ വധിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണം ഇപ്പോൾ വരുന്നത്, ഇതൊന്നും തുടങ്ങി വെച്ചത് ഞങ്ങളല്ല, പക്ഷേ ഇതൊക്കെ അവസാനിപ്പിക്കാൻ പോകുന്നത് ഞങ്ങളായിരിക്കുമെന്നത്. ഇന്നലെ ഇറാൻ പറഞ്ഞത് ഞങ്ങളല്ല ഇത് തുടങ്ങിയത്, പക്ഷേ തുടങ്ങിയവർക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഇന്നലെ ഇറാൻ പറഞ്ഞത്. അമേരിക്ക പറയുന്നത് എസ് വിജയകുമാർ, ഇവിടെ ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ 1989 റൂഹുള്ള ഖമനേയുടെ മരണശേഷം ആയത്തുള്ള അലി ഖമനേയി വരുന്നു. അതിനുശേഷം ഖമനേയുടെ ഒരു പരമാധികാരമായിരുന്നു അവസാന വാക്കായി ഖമനേയി. Big TV, without fear or favor. Big TV, without fear or favor. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബിഗ് ടിവിയിലേക്ക് സ്വാഗതം. നമ്മൾ കാത്തിരുന്ന ആ സ്വപ്ന നിമിഷമാണ് പ്രേക്ഷകരുടെ മുന്നിൽ ഇപ്പോൾ സംഭവിച്ചത്. അങ്ങനെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് ഈ ബിഗ് സ്ക്രീനിൽ. ആരെയും ഭയക്കാതെ, ആരെയും പ്രീതിപ്പെടുത്താതെ, സത്യത്തോടൊപ്പം അടിയുറച്ച് വാർത്തകളുമായി ഞാനും എന്റെ ബിഗ് ടീമും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ദാ ഇപ്പോൾ മുതൽ ബിഗ് ടിവി മലയാളത്തിന്റെ ചീഫ് എഡിറ്ററായി എത്തിയത് മുതൽ വാർത്തകളിലൂടെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ പോവുകയാണ് ഈ ബിഗ് സ്ക്രീനിലൂടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനിൽ ഐരൂർ സാറും
വിജയ് വെന്നം റെഡ്ഡി സാറും കൂടി ഇപ്പോൾ ഈ ചാനലിന്റെ ലോഞ്ച് നിർവഹിച്ചത് നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മളത് കടന്നിരിക്കുകയാണ്. അതൊരു വലിയ കടമ്പയായിരുന്നു. അതിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പ് വരെയും നമ്മൾ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുവെന്ന് പറയുന്ന ആ നിമിഷം വരെ അതിനായുള്ള ഒരു പ്രതീക്ഷയോടെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു വലിയ വാർത്താ സംഘം കാത്തിരിക്കുകയായിരുന്നു ഈ നിമിഷത്തിനായി, നിങ്ങളുടെ മുന്നിലേക്ക് എത്തി നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നതിനായി. അനിലേരു സർ, ബിഗ് ടി വി എന്ന് പറയുന്ന തികച്ചും വ്യത്യസ്തമായ ഉള്ളടക്കമുള്ള ഒരു നിഷ് ന്യൂസ് ചാനൽ വേണം, അങ്ങനെ ഒരു ന്യൂസ് ചാനൽ തുടങ്ങാൻ പോവുകയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ, ആ യാത്രയിൽ ഒപ്പം ചേരാൻ നിർദ്ദേശിച്ചപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മറുത്തൊരക്ഷരം പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഫ്രെയിമിൽ ഇങ്ങനെ കണ്ടുമുട്ടുന്നത്. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആ ഒരു യെസ്, അതിനുശേഷം മാധ്യമരംഗത്തെ പ്രമുഖർ പലയിടങ്ങളിൽ നിന്ന് പുഴ പോലെ ഒഴുകി ബിഗ് ടി വി എന്ന സമുദ്രത്തിൽ ചേർന്നു. വേണു ബാലകൃഷ്ണൻ ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് എഡിറ്റർ ജോഷി കുര്യൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർ എസ് വിജയകുമാർ, സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അപർണ കുറുപ്പ്, ഒപ്പം കോർഡിനേറ്റിംഗ് എഡിറ്റർ ലക്ഷ്മി പത്മ, എന്നെ കൂടാതെ എഡിറ്റോറിയൽ ബോർഡിലുള്ള അംഗങ്ങൾ ഇവരൊക്കെയാണ്. വരും നിമിഷങ്ങളിൽ അവരും എത്തുകയാണ് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് മുന്നിലേക്ക്. 4 ചുവരുകൾക്കുള്ളിലെ ചർച്ചകൾക്ക് പകരം വാർത്തകൾ സംഭവിക്കുന്ന ഇടമേതാണോ അവിടേക്ക് നേരിട്ടിറങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം. വാർത്ത കാണുന്ന പ്രേക്ഷകർ വാർത്തയ്ക്കൊപ്പം ഇനി സഞ്ചരിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത വസ്തുതകളിലൂന്നിയ ഫാക്ച്വൽ ജേർണലിസമാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകുന്നത്. ആ ഉറപ്പ് വെറുതെ നൽകുന്ന ഒന്നല്ല. കാരണം മുത്തശ്ശിക്കും കൊച്ചുമകനും ഒരുപോലെ മനസ്സിലാകുന്ന അന്തസ്സുള്ള മലയാളമായിരിക്കും ഞങ്ങളുടെ ഭാഷ. അതോടൊപ്പം തന്നെ ഒരു വാർത്ത തെറ്റാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടി തന്നാൽ ആ നിമിഷം തന്നെ അത് തിരുത്താനുള്ള ആർജവവും ഞങ്ങളുടെ ബിഗ് ടീമിനുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വാർത്തയുടെ ആത്മാവ് അത് തേടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഒന്നിച്ച് ഇവിടെ തുടങ്ങുന്നത്. ആ ആത്മാവിൽ മനുഷ്യത്വം വേണം. ആ മനുഷ്യത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് വേദനയും അനീതിയും ഒക്കെ മനസ്സിലാക്കി നാട്ടുകാർക്കൊപ്പം അവരുടെ മുന്നണി പോരാളിയായി ഉണ്ടാകുമെന്ന ദൃഢപ്രതിജ്ഞയോടെ ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബിഗ് ടി വി നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. സ്വീകരിച്ചാലും. Righteousness, supremacy, impartiality, people, and voice. Big TV, without fear or favor. നിരവധി വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് സംഭവബഹുലമായ ഒരു വാർത്താ മണിക്കൂറിൽ തന്നെയാണ് നമ്മൾ സംപ്രേഷണം തുടങ്ങുന്നതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അയത്തുള്ള അലി ഖൊമനേയിയുടെ കൊല്ലപ്പെടൽ അടക്കമുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വാർത്തയടക്കം നിരവധി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് അതിവേഗം ആധികാരികമായി എത്തിക്കാൻ പോവുകയാണ് ബിഗ് ടിവിയുടെ വാർത്താ സംഘം. നമുക്ക് തുടങ്ങാം നമ്മുടെ വാർത്താ സംപ്രേഷണം ഈ വാർത്താ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളോടെ. തലക്കെട്ടുകൾ. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയി കൊല്ലപ്പെട്ടു. ഖമനേയിയെ വധിച്ചെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെ ഇറാന്റെ സ്ഥിരീകരണം. മൃതദേഹം കണ്ടെടുത്തെന്ന് സൂചന. 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. راجعون و پیشقرار امت اسلامی حضرت امام خامنه‌ای با نوشیدن شهد گوارای شهادت. വ്യോമാക്രമണത്തിൽ ഖമനേയിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടു. ഖമനേയിയുടെ ഉപദേഷ്ടാവും പ്രതിരോധ മന്ത്രിയുമടക്കം നിരവധി മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടെന്ന് അമേരിക്ക. ഇറാൻ ജനതയ്ക്ക് രാജ്യം തിരിച്ചുപിടിക്കാനുള്ള അവസരമെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിന്റെ ആഹ്വാനം. ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ. അമേരിക്കയെ കാത്തിരിക്കുന്നത് കനത്ത വിനാശമെന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ്. 14ലേറെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. 100ലേറെ അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയെന്നും അവകാശവാദം. ഫത്താഹ് ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ച് പ്രത്യാക്രമണം. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ആഗോള ചരക്കു നീക്കം പ്രതിസന്ധിയിലേക്ക്. ഇറാനിൽ കൊല്ലപ്പെട്ടത് 200ലേറെ പേർ. അമേരിക്ക ആക്രമണം നിർത്തിയാൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഇറാൻ. ആക്രമണം അവസാനിക്കും വരെ പ്രതിരോധം തുടരുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ആശയവിനിമയമില്ല. ചർച്ചയ്ക്ക് തയ്യാറെങ്കിൽ അമേരിക്കയ്ക്ക് ബന്ധപ്പെടാമെന്ന് അറാഖ്ചി. പരമാധികാരത്തിന് നേരെയുള്ള സായുധാക്രമണമെന്ന് റഷ്യ.